ഇന്നത്തെ റെസിപ്പി ഒരു കിടിലൻ മാങ്ങാച്ചാറാണ്. അതിനായിട്ട് ഇവിടെ 1.5 കിലോ മാങ്ങ കഴുകി വെള്ളമെല്ലാം നല്ലതായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഈ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കൂടെ 3 വറ്റൽമുളകും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയ ശേഷം 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വെള്ളം നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്.